നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് VIT കമ്മ്യൂണിറ്റി റേഡിയോ 90.8 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ലിസ്. ഇന്ന് നമ്മൾ ആചരിക്കുന്നത് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. ഇതൊരു കാലണ്ടർ ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടം പോലും മറക്കാതിരിക്കാൻ പറ്റാത്ത ഒരു മാധ്യമത്തിന്റെ പ്രവാഹം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ടെലിവിഷൻ നമ്മുടെ വീടുകളിൽ വന്നതുകൊണ്ട് ലോകം ഒരു വലിയ ഉരുളായിട്ടല്ല നമ്മൾ കാണാൻ തുടങ്ങിയത്. വേറൊരു രാജ്യത്തിലെ സംസ്കാരം, വേറൊരാളുടെ പ്രശ്നങ്ങൾ ഒന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇതുപോലെ ഒരു മീഡിയമാണ് ടെലിവിഷൻ. ചെറിയ സ്ക്രീൻ ആയാലും വലിയ ചിന്തകൾ ഉണ്ടാക്കാൻ ഉള്ള ശക്തി. എന്റർടൈൻമെന്റ് നൽകുന്നതിന്റെ പുറത്ത് ടെലിവിഷൻ നമ്മളെ പഠിപ്പിക്കുന്നു. വാർ ന്യൂസ് കാണുമ്പോൾ മനുഷ്യരുടെ സംഘർഷങ്ങൾ മനസ്സിലാക്കി. ഡോക്യുമെന്ററി കാണുമ്പോൾ ലോകം വളരെ വിശാലമായി തോന്നി. ടെലിവിഷൻ ഒരു മനോഹരമായ ശക്തിയുണ്ട്. അത് നമ്മളെ ഒരുമിച്ച് നിർത്തുന്നു. ഒരു സൺഡേ മൂവി ആയാലും, വിഷു സ്പെഷ്യൽ ആയാലും, ഒരു മാച്ച് ആയാലും, ഫാമിലിയൊക്കെ ഒരു കൂട്ടായ്മ പോലെ ഇരുന്ന് ഒരു ചെറിയ സ്ക്രീൻ ഷെയർ ചെയ്ത് ഈ മൊമെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ ചെറുതെന്ന് തോന്നിയാലും വളരെ വലിയ അനുഭവങ്ങളായിരുന്നു. ഇന്ന് ഡിജിറ്റൽ വേൾഡ് വളരുമ്പോൾ ടെലിവിഷന് അതിൻ്റെ ഒരു സ്ഥാനമുണ്ട്. ആർക്കും ബയസില്ലാതെ തെളിവോടെ വിവരങ്ങൾ കൊടുക്കുന്ന ഒരു മീഡിയമായിട്ടാണ് പല വീടുകളിലും ഇത് ഇന്ന് വരെ കാണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേൾഡ് ടെലിവിഷൻ ഡേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മാധ്യമങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മളും അതിന് റെസ്പോൺസിബിളായി ഉപയോഗിക്കണം. അവസാനമായ ഒരു ഓർമ്മ, ടെലിവിഷൻ ചെറിയ പെട്ടിയായാലും അത് നമ്മളെ വളർത്തി, നമ്മുടെ ലോകത്തിന്റെ വിഭിന്ന പീഡകളും സുഖങ്ങളും അനുഭവങ്ങളും കാര്യങ്ങളും ഒരു വിൻഡോ പോലെ നമുക്ക് പകർന്നു തന്നു. അതിനെ റെസ്പോൺസിബിളായി യൂസ് ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് VIT കമ്മ്യൂണിറ്റി റേഡിയോ 90.8 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ലിസ്.